Hear that your soul may live, and I will make with you an everlasting covenant, my steadfast sure love for David. Behold, I made him a witness to the peoples, a leader and a commander for the peoples. Behold, you shall call a nation that you do not know, and a nation that did not know you shall run to you, because of the Lord your God and of the Holy One of Israel, for he has glorified you. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. സ്തോത്രം സ്തോത്രം കർത്താവേ, അനവധിയായി സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. ദൈവസന്നിധി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപജയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ പിതാക്കന്മാരോട്, നമ്മെ വഴി നടത്തുന്ന ഗുരുക്കന്മാരോടൊക്കെയുള്ള കടമകൾ നമുക്ക് നിർവഹിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ മറന്ന് സ്വാർത്ഥതയിൽ നമ്മുടെ ജീവിതമായി പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ദൈവം നൽകിയ ആരോഗ്യം, സൗന്ദര്യം, നമുക്ക് നൽകപ്പെട്ട എല്ലാ നല്ല അനുഭവങ്ങളും കഴിവുകളുമൊക്കെ നാം ദുർവിനിയോഗം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. എന്നെ നന്നായി കഴുകി എൻ്റെ കൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ പാപങ്ങളെ കാണാത്തോണ്ടും നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യമൊക്കെയും മായ്ച്ചു കളയണമേ. വീണ്ടും നമുക്ക് ശാന്തമായ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ കണ്ണുകൾ നിന്നെ കാണുവാൻ, നിന്റെ ശോഭ ദർശിക്കുവാൻ, വേദവചനങ്ങൾ വായിക്കുവാൻ, നല്ലത് കാണുവാൻ ദൈവമേ തന്നതാണല്ലോ. എന്നാൽ ഞാൻ അവയെ അശുദ്ധി കാണുവാൻ ഉപയോഗിച്ചു പോയെങ്കിൽ എൻ്റെ കാതുകൾ ദൈവം എൻ്റെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ തിരുവചനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നീ നൽകിയതാണ്. ദൈവാത്മ നിറവിൽ വളരുവാനും കത്തു ശരീരവും രക്തവും അനുഭവിച്ച വായിലൂടെ മദ്യമോ മറ്റശുദ്ധമായതോ നമ്മിൽ പ്രവേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവമാകെ നമുക്ക് മാപ്പപേക്ഷിക്കാം. ദൈവമേ, ഞങ്ങളുടെ കൈകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സ്വർഗത്തിലേക്ക് വിശുദ്ധരെ ഉയർത്തിപ്പിടിക്കുവാനും മറ്റുള്ളവരെ താങ്ങി എഴുന്നേൽപ്പിക്കുവാനുമായി നീ നൽകിയതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശോഭ
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. മൂന്നാണികളിൽ വേദന സഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് പാപത്തിൻ്റെ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്നു പോയിരിക്കുന്ന പല കുറ്റങ്ങളെയും വീടുമുറിക്കിൽ കൂടി ദൈവം സമർപ്പിച്ച് നമ്മെ തന്നെ പരിശോധിക്കുക. കർത്താവേ, നീ പാപങ്ങളെ കാത്തു വയ്ക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവരാര്? എന്നാൽ പാപമോചനം നിന്റെ അടുക്കൽ നിന്നാകുന്നു. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എൻ്റെ ഉള്ളം അവൻ്റെ വചനത്തെ കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കാലത്തും എല്ലാ നേരത്തും സംസാരത്തിലും വിചാരത്തിലും നോട്ടത്തിലും ഹൃദയ ചാഞ്ചല്യത്തിലും ദിനസന്ധിയിൽ പാപം ചെയ്തു. നമസ്കാര സമയത്തും പ്രാർത്ഥന വേളകളിലും വിശുദ്ധ കുർബാന സമയത്തും ഞങ്ങൾ അലസത കാണിച്ച് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളും നോമ്പനുഷ്ഠാനങ്ങളും നിർവഹിച്ചില്ല. ദൈവമേ, വൈരത്തോടും വഴക്കോടും അസൂയോടും തർക്കത്തോടും നിഗളത്തോടും മനസ്സ് തകർന്നു ഞങ്ങൾ രഹസ്യമായും പരസ്യമായും പാപം ചെയ്തു. ഞങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഞങ്ങൾ ചിലരെ കൊണ്ട് ഏഷ്ണി പറഞ്ഞു. അശുദ്ധമോഹത്തോടെ സൂക്ഷിച്ചു നോക്കി കാമവികാരത്തിൽ അശുദ്ധപ്പെട്ട് പാപച്ചൊളിയിൽ മലിനപ്പെട്ട് ഞങ്ങൾ മോഷ്ടിച്ചു, ഞങ്ങൾ ക്ഷുദ്രം ചെയ്യുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ കൊല ചെയ്തു, ഞങ്ങൾ വ്യാജം പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ അപമാനിക്കുകയും പ്രാവുകയും ചെയ്തു. ഞങ്ങൾ അത് കഠിനമായി കോപിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലുള്ള ലഹരി വസ്തുക്കൾക്കും അടിമയായി സത്യം ചെയ്തിട്ട് അവയെ ലംഘിച്ച് പുറജാതികളുടെ ബലി ഭക്ഷിക്കുകയും വിശ്വാസ വിപരീതങ്ങളുടെ സംഘം ചേരുകയും ചെയ്തു. ഞങ്ങൾ അമിതമായിട്ടും
അശുദ്ധമായിട്ടും അത്യാഗ്രഹത്തോടെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ദുരാഗ്രഹത്തോടെ മറ്റുള്ളവരെ ആക്രമിച്ചു. ക്രയവിക്രയങ്ങളും ബിസിനസ്സുകളും കളവ് കാണിച്ച് മറ്റുള്ളവരുടേത് അപഹരിച്ചു. ഞങ്ങൾ അനീതിയായി പലിശയും ലാഭവും വാങ്ങി പാവകാരങ്ങളെ ഞങ്ങളിൽ വളർത്തി. കൂട്ടുകാരെ വഞ്ചിച്ച് പലർക്കും വിരോധമായി കള്ളസാക്ഷി പറഞ്ഞു. മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും അപമാനിച്ചു. പലതരം അധമ പ്രവർത്തികൾ ചെയ്തു. ഇപ്പോൾ ദൈവമായ കർത്താവേ, മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ശമവൂന്റെ ഭവനത്തിൽ വെച്ച് പാപിയായ സ്ത്രീയോട് നീ ക്ഷമിച്ചതുപോലെ സ്ലീബായിൽ വെച്ച് കള്ളനോട് ചെയ്ത പ്രകാരവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. മുടിയനായ പുത്രനെ പോലെ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. വീണ്ടും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ